ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ അഥവാ UAE ജോബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കമന്റ് ആണ്. ഞങ്ങൾ കുറേയധികം CVയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തു, പക്ഷേ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഇന്റർവ്യൂ കോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചില്ല. എങ്ങനെയാണ് പെട്ടെന്ന് ജോബ് കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ള കുറേയധികം കമന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ചധികം ടിപ്സാണ്. അതായത് പെട്ടെന്ന് ഇന്റർവ്യൂസ് കോൾസും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള 2-3 ടിപ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ജോബ് ഇന്റർവ്യൂ കോൾ ലഭിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ CV തന്നെയാണ്. അതായത് നമ്മളിൽ മിക്കവരും തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു CV ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്നത്. ആ CV തന്നെ എല്ലാ ജോബിനും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ അത് അത്രയ്ക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് CV സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ജോബ് ഡിസ്ക്രിപ്ഷനും ആ ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളെല്ലാം തന്നെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നമ്മുടെ CVയും അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുക. അതായത് ജോബ് ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ജോബ് സ്കിൽസും കാര്യങ്ങളെല്ലാം തന്നെ ആ ജോബിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം മാത്രം ആ CV സെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ കോൾസ് ലഭിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കവറിംഗ് ലെറ്ററും നമ്മുടെ കയ്യിൽ കോമൺ ആയിട്ടൊരു കവറിംഗ് ലെറ്റർ ആയിരിക്കും കാണുന്നത്. ആ കവറിംഗ് ലെറ്റർ ആയിരിക്കും നമ്മൾ എല്ലാ ഇൻ്റർവ്യൂസിനും അതായത് എല്ലാ ജോബിനും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ജോബാണ് നോക്കുന്നത് ആ ജോബിൻ്റെ രീതിയിലുള്ള അതായത് ആ ജോബിൻ്റെ സ്കിൽസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത കവറിംഗ് ലെറ്ററും കാര്യങ്ങളും നമ്മുടെ CVയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ കോൾസ് ലഭിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് നമ്മൾ റെസ്യൂമേയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് 1-2 മാക്സിമം 3 റെസ്യൂമയൊക്കെ അയക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് ജോബിൻ്റെ കോളുകൾ ലഭിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഇൻ്റർവ്യൂ കോള് ലഭിക്കാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോബ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുക്കുന്നത് ലിങ്ക്ഡിനും ഇൻഡീഡ് പോലുള്ള ആപ്ലിക്കേഷൻ്റെ അകത്തുനിന്നായിരിക്കും. അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്ന മെയിൽ ID നമ്മൾ റെസ്യൂമേയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ അതേ കമ്പനിയുടെ HR കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കോൺടാക്ട് മെയിൽ ID അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഇൻഡീഡും ലിങ്ക്ഡിൻ്റെ അകത്തുനിന്ന് തന്നെ കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിലോട്ടും നമ്മുടെ CVയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് ഇൻഡസ്ട്രിയൽ ഇവന്റ് അതുപോലെ തന്നെ മീറ്റപ്പ്, ജോബ് ഫെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാക്സിമം പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പങ്കെടുത്തതിലൂടെ നിങ്ങൾക്ക് കുറേയധികം കണക്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ കുറേയധികം കണക്ഷൻസ് നിങ്ങൾ ഇവിടെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് ലഭിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. അതിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുക. അതായത് നല്ല രീതിക്കുള്ള ഒരു പ്രൊഫഷണൽ ലുക്കിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സെൽഫ് ഇൻട്രോ പഠിച്ചു വയ്ക്കുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സെൽഫ് ഇൻട്രോയും അതുപോലെ തന്നെ നിങ്ങളുടെ ജോബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അതും നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.